ഇതെന്ത് പടാണിത്? ഇതൊരു സാമ്പാർ പോലെയാണ്. പാണ്ഡ്യനാട്ടിൽ നിന്നും പുതുതായി ഇറക്കിയ കുന്നംകുളം മിഷൻ ഇമ്പോസിബിൾ അഥവാ പുതിയ ആര്യ കുണ്ടാണ് മിസ്റ്റർ എക്സ് അഥവാ ഈ പടത്തിൽ നടക്കുന്നത് എന്താണെന്ന് ചൈനയെ നിരീക്ഷിക്കാനുള്ള ആയുധം എന്നും പറഞ്ഞ് അമേരിക്ക കൊടുത്തുവിട്ട പെട്ടിച്ചുമന്ന് നന്ദാദേവി പർവ്വതത്തിന് മുകളിലെത്തിച്ചപ്പോഴാണ് അവരറിയുന്നത് അത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള പ്ലൂട്ടോണിയം ക്യാപ്സ്യൂളാണെന്ന്. പക്ഷെ അവിടെ ഉണ്ടായ ഒരു മഞ്ഞിടിച്ചിലിൽ പ്ലൂട്ടോണിയം പെട്ടി കാണാതെയാകും. പക്ഷെ നമ്മളോടല്ലേ കളി, നമ്മൾ മിസ്റ്റർ എക്സ് എന്നൊരു ഏജന്റിനെ അങ്ങോട്ടേക്ക് വിടും. മറ്റാരുമല്ല, കുന്നംകുളം അജിത്ത് അഥവാ ശരത് കുമാർ. പുള്ളി ഈ സാധനം കണ്ടെത്തി ഇന്ത്യൻ അതോറിറ്റീസിനെ ഏൽപ്പിക്കും. പക്ഷെ ആ ചെറ്റകൾ ഗവൺമെന്റിനെ അറിയിക്കാതെ അതെടുത്ത് വിൽക്കാൻ നോക്കും. അതോടെ കലിപ്പിലായ മിസ്റ്റർ എക്സ് എല്ലാവന്മാരെ അടിച്ചിട്ട് പ്ലൂട്ടോണിയം പെട്ടിയുമായി സ്ഥലം വിടും. എന്നിട്ട് ആരെയും വിശ്വാസമില്ലാത്തത് കൊണ്ട് പെട്ടിയും താങ്ങി പിടിച്ച് ഓരോരോ സ്ഥലത്ത് മാറി മാറി താമസിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം പെട്ടിയുമായി സ്വന്തം പിള്ളേരെയും കൂട്ടി താർ മരുഭൂമിയിലൂടെ വണ്ടി ഓടിച്ച് കളിക്കുകയാണ് നമ്മുടെ മിസ്റ്റർ എക്സ്. ഏതോ മസാജ് സെന്ററിൽ പോയി ഹാപ്പി എൻഡിങ് ചെയ്ത ഓർമ്മകൾ അയവിറക്കി നിന്നതുകൊണ്ട് അറിയാതെ റോഡിൽ നിന്ന് 2 പിള്ളേരെ അങ്ങേരിടിച്ച് കൊല്ലും. അതേതോ നക്സലുള്ള പിള്ളേരായിരുന്നു. അതോടെ അവന്മാർ വന്ന് തോക്ക് കാണിച്ച് മരിച്ചുപോയ പിള്ളേർക്ക് പകരമായി മിസ്റ്റർ എക്സിന്റെ പിള്ളേരെ ഇവിടെ വിട്ടിട്ട് പോകാൻ പറയും. പ്രശ്നമുണ്ടാക്കിയാൽ പ്ലൂട്ടോണിയം അവരുടെ കയ്യിൽ പെട്ടുപോയാലോ എന്നോർത്ത് സ്വന്തം മക്കളെ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഹൃദയവേദനയോടെ പോവുകയാണ് നമ്മുടെ മിസ്റ്റർ എക്സ്. ശേഷം ഓടി ഓടി മടുത്ത് ഇത് കൊണ്ടുപോയി റഷ്യയിലെ യുറാൽ മൗണ്ടൻസിൽ കുഴിച്ചിട്ട് വർഷങ്ങളായി അതിന് കാവലിരിക്കുകയാണ്. എന്നാ പിന്നെ ഇങ്ങേർക്ക് നേരിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്ററെയോ ഹോം മിനിസ്റ്ററെയോ അറിയിച്ചാൽ പോരെ, കിടന്ന് മെഴുകി സിനിമ വലിച്ചു നീട്ടണോ? അപ്പൊ അന്ന് മിസ്റ്റർ എക്സ് വിട്ടിട്ട് പോയ മക്കളെ നിങ്ങളിവിടെ നിൽക്ക്, ഞങ്ങളിപ്പോ വരാമെന്നും പറഞ്ഞ് നക്സലുകൾ എവിടെയോ കൊണ്ടുപോയി ഇറക്കി വിടും. അല്ലടാ മറ്റേ പിള്ളേർക്ക് പോരെ ഇവന്മാര് പിടിച്ചു വെച്ചതല്ലേ ഇവരെ, എന്നിട്ട് എന്തിനാണ് ആ വഴിയിൽ ഇറക്കി വിടുന്നത്? എങ്കിൽ പിന്നെ മിസ്റ്റർ എക്സിന് തന്നെ തിരിച്ചു കൊടുത്താൽ പോരെ? ഒരു ലോജിക് സാറ്റിസ്ഫാക്ഷന് വേണ്ടി പിള്ളേര് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്ന രീതിയിലെങ്കിലും ആക്കാമായിരുന്നു. അങ്ങനെ അനിയത്തിക്ക് വിശപ്പ് മാറ്റാൻ ചേട്ടൻ ആപ്പിൾ എടുക്കാൻ പോയ സമയത്ത് അനിയത്തിയെ കാണാതെയാകും. അന്ന് മിസ്റ്റർ എക്സ് ഉപേക്ഷിച്ചു പോയ പുള്ളിയുടെ മകനാണ് കടലിൽ നിന്നും എണീറ്റ് വരുന്ന മസിൽ അളിയൻ ആര്യ. ഇവനാണെങ്കിൽ ഇപ്പോൾ ഒരു റോ ഏജന്റ് ആണ്. റോയുടെ ചീഫാണ് നമ്മുടെ മഞ്ജു ചേച്ചി. ചെറുക്കന്റെ വീട്ടുകാരുടെ പരിപാടി ലൈവ് ഷോ, ബോഡി ഷോ, മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. വെറുതെ വൃത്തിയോട് കാണിക്കരുത്. ഞാൻ ആൻഡ്രോയിഡ് ചുമ്മാ ദൈവത്താണിട്ടുണ്ട്. എന്താ കാണാ? എനിക്ക് വിശ്വാസമില്ല. പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. അപ്പോൾ പണിയൊന്നുമില്ലാതെ ചൊറിയും കുത്തിയിരിക്കുന്ന സമയത്ത് കടലിന്റെ അടുത്തട്ടിൽ പോയി ശ്വാസം പിടിച്ച് കുത്തിയിരിക്കുകയാണ് ആര്യയുടെ ഹോബി. അപ്പോൾ തമിഴ്നാട്ടിൽ അത്യാവശ്യം പിടിച്ചുപറി ഹവാല കേസുകൾ കൈകാര്യം ചെയ്ത് സമാധാനമായി പോകുകയായിരുന്ന റോ ഏജന്റ് ആര്യയ്ക്ക് മഞ്ജു ചേച്ചി ഒരു കേസ് കൊടുക്കും. അതെന്താണെന്ന് വെച്ചാൽ സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച റഷ്യയിൽ കുഴിച്ചിട്ട പ്ലൂട്ടോണിയം ഏതോ റഷ്യൻ മെഴ്സിനറീസ് കണ്ടെത്തും. അത് തടയാൻ വേണ്ടി പോയി ഇന്ത്യൻ ഏജന്റ് മിസ്റ്റർ എക്സിനെ അവർ പിടിച്ചോണ്ട് പോകും അത്രേ. അപ്പോൾ പ്ലൂട്ടോണിയം ക്യാപ്സ്യൂൾസും മിസ്റ്റർ എക്സിനെയും തിരികെ നാട്ടിലെത്തിക്കുകയാണ് ആര്യയുടെ മിഷൻ. കൂടാതെ ആ വലിയ രഹസ്യം മഞ്ജു ചേച്ചി ആര്യയോട് വെളിപ്പെടുത്തും. എന്താണത്? അതായത് ഈ മിസ്റ്റർ എക്സ് ആണത്രേ ആര്യ അച്ഛൻ. അത് കേട്ടതും ആര്യ പറയും, അയാള് ജീവിച്ചിരുന്ന എന്താ ചത്താലെന്താ, ചാവട്ടെ, ഐ റിയലി ഹേറ്റ് ഹിം. അപ്പൊ ഈ സിനിമയിലെ വില്ലനിലേക്ക് വരാം. വില്ലന്റെ പേര് റാണ. ഇന്ന് വരെ ആരും അവനെ കണ്ടിട്ടില്ല. പല വേഷങ്ങളിലാണ് അവൻ പ്രത്യക്ഷപ്പെടുന്നത്. ഈ പ്ലൂട്ടോണിയം ക്യാപ്സ്യൂൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ ആക്രമണം നടത്തുകയാണ് ഈ റാണയുടെ ലക്ഷ്യം. ആക്ച്വലി പ്ലൂട്ടോണിയത്തോടൊപ്പം മിസ്റ്റർ എക്സിനെ റഷ്യൻ മെഴ്സിനറീസ് പിടിച്ചോണ്ട് പോയപ്പോ മഞ്ജു ചേച്ചി ആദ്യം അയച്ച ഏജന്റാണ് ദീ കാണുന്ന അപരാധിമോൻ അമരൻ. അവനാണെങ്കിൽ പോയി മാസ് കാണിച്ച് റഷ്യൻ മെഴ്സിനറീസിനെ മുഴുവൻ വെടിവെച്ച് കൊന്നിട്ട് അങ്ങേരെ രക്ഷിക്കും. പക്ഷെ അപ്പോഴാണ് വൺ ട്വിസ്റ്റ്. അവൻ വന്നത് മിസ്റ്റർ എക്സിനെ രക്ഷിക്കാനല്ല, ഈ പ്ലൂട്ടോണിയം ക്യാപ്സ്യൂൾ എടുക്കാനാണത്രേ. അതായത് മെയിൻ വില്ല റാണയുടെ ഇടങ്കൈയാണ് ഇവൻ. അപ്പൊ അവൻ ആ പ്ലൂട്ടോണിയം ക്യാപ്സ്യൂൾ എടുത്തിട്ട് മിസ്റ്റർ എക്സിനെ റഷ്യക്കാർക്ക് തന്നെ പിടിച്ചു കൊടുക്കും. അല്ലടാ ഇയാളെ അവർക്ക് തന്നെ പിടിച്ചു കൊടുക്കാനാണെങ്കിൽ എന്തിനാണ് നീ ടോം ക്രൂസ് കയറിൽ തൂങ്ങി വരുന്ന പോലെ മുട്ടൻ ഷോയും കാണിച്ച് അവന്മാരെ വെറുതെ വെടിവെച്ച് കൊന്നത്? മാത്രമല്ല ഈ റഷ്യക്കാർ ശരിക്കും വന്നത് തന്നെ ഈ പ്ലൂട്ടോണിയം എടുക്കാനാണല്ലോ. ഇപ്പൊ ഇവർക്ക് പ്ലൂട്ടോണിയം ഒന്നും വേണ്ടേ? എന്തൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നത്? അങ്ങനെ മഞ്ജു ചേച്ചി ആര്യയോട് പറയും, മോനെ നീ കരുതുന്ന പോലെ നിന്റെ അച്ഛനൊരു ചേട്ടയല്ല, അദ്ദേഹം വലിയ മനുഷ്യനാണ്. പ്ലൂട്ടോണിയം ക്യാപ്സ്യൂൾ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം സ്വന്തം ജീവിതം സമർപ്പിച്ച ആളാണ്. തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെ. ഇതൊക്കെ കേട്ട് എന്ത് തൈര് വേണമെങ്കിലും ആകട്ടെ എന്നും പറഞ്ഞ് ഒരു ടീമിനെയും വിളിച്ച് കൂളിംഗ് ഗ്ലാസും വെച്ച് മിസ്റ്റർ എക്സിനെ രക്ഷിക്കാൻ ആര്യ നേരെ റഷ്യയിലേക്ക് പോകും. അവിടെ ചെന്ന് എന്തൊക്കെയോ വെടിവെപ്പ് നടത്തി മാസ് കാണിച്ച് ആരെയോ പിടിച്ചുകൊണ്ടുവരും. പിടിച്ചുകൊണ്ടുവന്നയാളുടെ മുഖം മൂടി മാറ്റിയപ്പോൾ മൂഞ്ചി, അച്ഛന് പകരം കൊച്ചിന്റെ ജാതകം അന്വേഷിച്ചപ്പോൾ കുട്ടി ആര്യയുടെ കാണാതായ അനിയത്തിയായിട്ട് വരും. അങ്ങനെ അനിയത്തിയും പ്ലൂട്ടോണിയവും വിമാനം ഇറങ്ങിയപ്പോൾ ദേ നിൽക്കുന്നു നമ്മുടെ വില്ലൻ. അതായത് പ്ലൂട്ടോണിയം വലിയ ചെക്കിംഗ് ഒന്നുമില്ലാതെ ഇന്ത്യയിൽ എത്തിക്കാൻ അമരം കളിച്ച കളിയാണ് ഇതത്രേ. കടൽ വഴി ചൈനക്കാരെ ഇന്ത്യയിൽ ഫേക്ക് ഐഡി വെച്ച് കൊണ്ടുവരാൻ കഴിവുള്ള ഇവന് പ്ലൂട്ടോണിയം കൊണ്ടുവരാൻ മാത്രം ഇത്രയും വലിയ കളി കളിക്കണം. അവൻ അവിടെ കിടന്ന് വലിയ ഷോ കാണിച്ച് അനിയത്തെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പ്ലൂട്ടോണിയവുമായി സ്ഥലം വിടും. അത്രയും സെക്യൂരിറ്റി ഉള്ള എയർപോർട്ടിൽ പുല്ലുപോലെ സെക്യൂരിറ്റി മറികടന്ന് കുറെ ഗുണ്ടകളുമായി വന്ന് പ്ലൂട്ടോണിയം പെട്ടി എടുത്തുകൊണ്ട് പോയത്രേ. ഇത്രയും ഡേഞ്ചറസ് ആയ സാധനം കൊണ്ടുവരുമ്പോൾ മിലിറ്ററി എങ്കിലും അറ്റ്ലീസ്റ്റ് പോലീസുകാരെങ്കിലും അവിടെ ഡിപ്ലോയ് ചെയ്യില്ലേ? കഥ എഴുതുമ്പോൾ അല്പം കൺവിൻസിംഗ് ആയി എഴുതിക്കൂടെ ഡയറക്ടർ സാറേ? ശേഷം ആര്യ അനിയത്തിയെ കൊണ്ടുപോയി ആര്യയുടെ കാമുകിയുടെ കൂടെ താമസിപ്പിക്കും. അപ്പോഴാണ് നമ്മുടെ വില്ലൻ അമരന്റെ വരവ്. അവനാണെങ്കിൽ കാമുകിക്ക് നിർത്തിയിരിക്കുന്ന സെക്യൂരിറ്റി ഗാർഡ്സിനെയൊക്കെ വെടിവെച്ച് കൊന്ന് അങ്ങോട്ടേക്ക് മാസായി കയറി വരും. വരവ് കണ്ടാൽ ഇപ്പോൾ തന്നെ ആര്യയുടെ കാമുകിയെ അവൻ കൊന്നു കളയുമെന്ന് നമ്മൾ കരുതും. അതായത് ഇവരുടെ കൂടെ
താമസിപ്പിച്ചിരിക്കുന്നത് ആര്യയുടെ അനിയത്തിയൊന്നുമല്ല, അമരന്റെ ഗേൾ ഫ്രണ്ട് ആണത്രേ. ഇതറിഞ്ഞ് ആര്യ ടെൻഷനായി ഒരു ബൈക്കോ കാറോ എടുത്തു വരുന്നതിന് പകരം അവിടെ നിന്ന് ഉസൈൻ ബോൾട്ട് ഓടുന്ന പോലെ ഓട്ടം തുടങ്ങും. ഓടി ഓടി അവിടെ എത്തിയപ്പോഴേക്കും നമ്മൾ കരുതും കാമുകി പടമായെന്ന്. അപ്പോഴാണ് പിന്നെയും ട്വിസ്റ്റ്. കാമുകി അവനൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് അമരന്റെ ഗേൾ ഫ്രണ്ടിനെ വിളിക്കാൻ വന്നതാണ്. എങ്കിൽ പിന്നെ ആ പെണ്ണിനെ ആരും കാണാതെ ഇറങ്ങിപ്പോയാൽ പോരെ? അമരൻ ഇത്രയും പിടിയും പൊട്ടിച്ച് ആളുകളെയും കൊന്ന് ഇമാതിരി പട്ടി ഷോ കാണിക്കണമായിരുന്നു. അപ്പോഴാണ് പിന്നെയും ട്വിസ്റ്റ്. അതായത് അമരന്റെ കാമുകി ഒരു ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആണത്രേ. കുഞ്ഞുനാൾ മുതലേ ന്യൂക്ലിയർ ജനറേറ്ററുകൾ ഉണ്ടാക്കി കളിക്കുകയായിരുന്നു ഇവരുടെ വിനോദം. ഇവളെയും കൊണ്ട് പ്ലൂട്ടോണിയം ഉപയോഗിച്ച് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കി പവർ പ്ലാന്റിൽ ഇട്ട് പൊട്ടിക്കാനാണ് ഇവരുടെ പ്ലാൻ. പവർ പ്ലാന്റിലെത്തി അവർ ബോംബാണെന്ന് പറഞ്ഞ് ഫുട്ബോളിന്റെ അകത്ത് കുറെ മിന്നിക്കളിക്കുന്ന ബൾബുകൾ കുത്തിക്കയറ്റി 5-6 വയറുകളും കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ആക്കും. ഇതാ ക്രിസ്മസ് ലൈറ്റ് റെഡി, ബോംബ് റെഡി. എന്നാൽ അമരന്റെ പ്ലാനുകൾ തെറ്റിച്ചുകൊണ്ട് ആര്യയുടെ ടീമിലെ ഹാക്കർ പവർ പ്ലാന്റ് ഹാക്ക് ചെയ്ത് അണുബോംബ് അങ്ങ് ഡീആക്ടിവേറ്റ് ചെയ്യും. അവളുടെ ഹാക്ക് മൂലം തമിഴ്നാട് സ്റ്റേറ്റ് മുഴുവൻ കറണ്ട് പോയി എന്ന് മാത്രം. ആര്യയും ടീംസും പവർ പ്ലാന്റിലെത്തി അവിടെ കിടന്ന് തലങ്ങും വിലങ്ങും വെടിവെപ്പാണ്. അതിനിടയിൽ അണുബോംബ് പ്ലാൻ ഫെയിൽ ആയതോടെ ബാക്കപ്പായി വെച്ചിരുന്ന സാധാ ബോംബുമായി പവർ പ്ലാന്റ് റിയാക്ടറുകൾ കൊണ്ട് പൊട്ടിക്കാനായി ഈ കഴപ്പ് പിടിച്ച് അമരൻ പോവുകയാണ്. പക്ഷേ മസിലളിയൻ ആര്യ വന്ന് അവനെ ഇടിച്ച് പിമ്പിരിയാക്കി കയ്യിലുള്ള ബോംബും പിടിച്ചു വാങ്ങി അവനെ റിയാക്ടർ കോറിനുള്ളിൽ കൊണ്ടിടും. എന്നിട്ട് ഹാക്കറിനോട് റിയാക്ടർ ഓൺ ചെയ്യാൻ പറയും. ഏത്? ആറ്റോമിക് റിയാക്ടർ. റേഡിയേഷൻ സാധ്യത ഉള്ളതുകൊണ്ട് അതീവ ജാഗ്രതയോടെ അത്രയും സുരക്ഷാ കവചവുമായി പോകേണ്ട സ്ഥലത്തൊക്കെയാണ് മസിലളിയൻ ചുമ്മാ കയറി ചെല്ലുന്നത്. അങ്ങനെ റിയാക്ടർ ഓണാക്കി അമരൻ കരിഞ്ഞു തീരുന്നതിനിടയിൽ ബോംബും കൊണ്ട് ആര്യ കടലിലൂടെ ബോട്ട് ഓടിച്ച് കളിക്കും. അങ്ങനെ ഓടിച്ചൊടുവിൽ വെള്ളത്തിലിട്ട് അതങ്ങ് പൊട്ടിക്കും. പൊട്ടിച്ചതിന്റെ ദേഷ്യത്തിൽ തൊട്ടപ്പുറത്ത് ഉച്ചയ്ക്കുള്ള ചെറു മീനുകളെ പിടിക്കാനായി വേട്ടയ്ക്കിറങ്ങിയ സ്രാവും തിമിംഗലവും ഇവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചെന്നാണ് കേട്ടത്. ബോംബിന്റെ കൂടെ മസിലളിയനും പൊട്ടി എല്ലാം തീർന്ന് അവസാനിച്ചെന്ന് കരുതി നമ്മൾ സമാധാനിച്ചിരിക്കുമ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. മസിലളിയൻ ചത്തിട്ടില്ല. അതായത് കടലിന്റെ അടിയിൽ പോയി വെള്ളത്തിൽ ശ്വാസം പിടിച്ച് നിൽക്കലാണല്ലോ അളിയന്റെ ഹോബി. അങ്ങനെ അളിയൻ രക്ഷപ്പെട്ടത്രേ. മസിലളിയൻ ഏതോ വിദേശ രാജ്യത്ത് പോയി ഇനിയെങ്കിലും കാമുകിയുമായി പ്രേമിച്ചിരിക്കാമെന്ന് കരുതി ചായയും കുടിച്ചിരിക്കുമ്പോഴാണ് അവിടെയും സമാധാനം കൊടുക്കാതെ മഞ്ജു ചേച്ചിയുടെ വരവ്. അങ്ങനെ കാമുകി തെറിയും പറഞ്ഞു പോയപ്പോൾ ഒരു ഇല്ലാതെ പിന്നെയും കസേരയിൽ കയറിയിരുന്ന് മസിലളിയനോട് പുതിയ മിഷൻ പറയും. അതെന്താണെന്ന് വെച്ചാൽ അമരന്റെ പിന്നിലുള്ള മെയിൻ വില്ലൻ റാണയെ പിടിക്കുക. അപ്പോൾ ഈ റാണ ആരാണെന്ന് രണ്ടുപേരും കണ്ടുപിടിച്ചു. മറ്റാരുമല്ല ഗൈസ്, നമ്മുടെ സ്വന്തം മിസ്റ്റർ എക്സ്. അതായത് ആര്യയുടെ അച്ഛൻ തന്നെയാണ് റാണ. അച്ഛനും മോനും കൂടി കള്ളനും പോലീസും കളിക്കുക. അതായത് റോ ഏജന്റായ മിസ്റ്റർ എക്സ് പ്ലൂട്ടോണിയം ക്യാപ്സ്യൂൾസും കൊണ്ട് ലോകം മുഴുവൻ ഓടി നടക്കുമ്പോഴാണ് വെറുതെ കിടന്ന് പെട്ടിയും പിടിച്ച് ഇങ്ങനെ ഓടുന്നതിന് പകരം ഈ സാധനം നല്ല വിലയ്ക്ക് വിറ്റാൽ പണവും കിട്ടും പവറും കിട്ടുമല്ലോ എന്ന് മിസ്റ്റർ എക്സ് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ച് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച റാണച്ചേട്ടൻ ഒറ്റയ്ക്കിരുന്ന് ചെസ് കളിക്കാൻ തുടങ്ങും. ഇപ്പുറത്തിരുന്ന് ഒരു കരി നീക്കും, എന്നിട്ട് അപ്പുറത്ത് പോയിരുന്ന് മറ്റൊരു കരി നീക്കും. എന്നിട്ട് ഇന്റർനാഷണൽ ടീമുകളെയൊക്കെ വിളിച്ച് പച്ച LED കത്തിച്ചു വെച്ച പ്ലൂട്ടോണിയം ക്യാപ്സ്യൂൾസ് ടേബിളിന് മുകളിൽ വെച്ച് ഡീൽ ചർച്ച ചെയ്യുമത്രേ. സാധാരണ ഇതൊക്കെ ഏതെങ്കിലും ടീം ഇൻട്രസ്റ്റ് കാണിച്ചാൽ അവരെ മാത്രം രഹസ്യമായി വിളിച്ച് അതീവ സെക്യൂരിറ്റിയിൽ സാധനം ഒറിജിനൽ ആണോ എന്ന് അവർക്ക് പരിശോധിക്കാൻ അവസരം കൊടുക്കും. അല്ലെങ്കിൽ അവന്മാർ തന്നെ ഇയാളെയും തട്ടി സാധനവും കൊണ്ടുപോകില്ലേ. ഇന്റർനാഷണൽ ഡോൺ ആണത്രേ, ഇന്റർനാഷണൽ ഡോൺ. അങ്ങനെ ഈ മിസ്റ്റർ എക്സ് റാണ എന്ന പേരിൽ വലിയൊരു ഇന്റർനാഷണൽ ക്രിമിനൽ സിൻഡിക്കേറ്റ് വരെ ഉണ്ടാക്കിയത്രേ. അതായത് ഇതിൽ നടന്നത് മുഴുവൻ ഈ പണ്ടാരക്കാലന്റെ പ്ലാൻ ആയിരുന്നു. റാണയ്ക്ക് വേണ്ടി വർക്ക് ചെയ്ത അമരൻ മണ്ടന് പോലും അറിയില്ല മിസ്റ്റർ എക്സ് തന്നെയാണ് തന്റെ ബോസായ റാണയെന്ന്. പ്ലൂട്ടോണിയം എടുക്കാൻ ചെന്ന ബോസിനെ തന്നെ പിടിച്ച് റഷ്യക്കാർക്ക് കൊടുത്തിരിക്കുന്നു. അങ്ങനെ കൊടൂര വില്ലനായ സ്വന്തം തന്തയെ പിടിക്കാനുള്ള മിഷനുമായി പോവുകയാണ് പുതിയ മിസ്റ്റർ എക്സ് ആയ മസിലളിയൻ ആര്യ. പക്ഷെ ആ അപരാധം കാണണമെങ്കിൽ ദയവായി സെക്കൻഡ് പാർട്ടിനെ കാത്തിരിക്കൂ.